ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പൊ അതാ നമ്മളന്നൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. നമ്മള് കോഴിക്കോട് അടുത്ത് പോവാണ്. അപ്പൊ ആരൊക്കെ നമ്മളപ്പോ ഉള്ളത്? ഇവലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാരും ഒരു ഹായ് പറയൂ. കാണുന്നുണ്ടോ? ഹായ് പറയൂ. ഒരു ഹായ് പറയൂ. ഹായ്. അപ്പൊ നമ്മളങ്ങനെ നമ്മളെ കനോലിയിൽ എത്തിക്കണേ. നമ്മള് കല്യാണത്തിനാട്ടോ പോണത്. കനോലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് കല്യാണത്തിലെത്തിയിട്ട് കാണാട്ടോ. അപ്പൊ അതാ നമ്മളങ്ങനെ കൊണ്ടോട്ടി എത്തിട്ടോ. കൊണ്ടോട്ടി എയർപോർട്ടിന്റെ ഒക്കെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് കൊറേ പോവാണ്ട് കേട്ടോ. 40 മിനിറ്റ് ഉണ്ട്. 40 മിനിറ്റ് ഇവിടുന്ന് ഇഞ്ഞുണ്ട് എയർപോർട്ടിന്റെ വേക്കാം. അപ്പൊ ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ഇനിയും കൊറേ പോവാണ്ട്, 3/4 മണിക്കൂറുണ്ട്. ഞങ്ങൾ എയർപോർട്ടിക്ക് പോവാണ്. അപ്പതാ ഞങ്ങളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊണ്ടിരിക്കണ്. അടിപൊളി ഒരു പാടം അവിടെ കേട്ടോ. പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം. ഫുൾ വെള്ളവും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പാടം. അവിടെ കൊറേ ഇങ്ങനെ കെട്ടുകളുണ്ട് വെള്ളത്തിനുള്ള. അപ്പൊ അങ്ങനെ ഏകദേശം നമ്മൾ എത്തി തുടങ്ങി. 2 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതാ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് പാർക്കിങ്ങിലോട്ട് പോവാണ്. പാർക്കിങ് അവിടെ ഫ്രണ്ടില് ഇവിടെ ഇങ്ങോട്ട് വിളിച്ച്. അപ്പം നമ്മളങ്ങനെ നേരെ ഫുഡ് അടിക്കാനാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മളെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നല്ല മട്ടൻ മന്തി, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, പിന്നെ സലാഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം ഫോട്ടോ എടുക്കലും അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിരുന്നപ്പോൾ മക്കൾ ഇതാ സ്നാക്സ് ആയിട്ട്, അതായത് ഡെസേർട്ടായിട്ടുള്ളത് ഒരു തേങ്ങ മിഠായിയാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് താനൂര് ബീച്ച് പോവാണ്. ഇവിടുന്ന് ഒരു 25 മിനിറ്റ് പോവാനുണ്ട്. ഫൈനലി ഞങ്ങൾ താനൂര് ഹാർബറിലെത്തി, ബീച്ചിലെത്തിട്ടോ. ഇവിടുന്ന് അപ്പുറം കിടക്കാൻ സ്ഥലല്ല. ലൊക്കേഷൻ എന്താ? അപ്പതാ ഞങ്ങൾ അങ്ങനെ ഉണ്ണിയാൽ ബീച്ചിലേക്കാണ് പോണത് കേട്ടോ. തിരൂര് താനൂര് ഉണ്ണിയാൽ ബീച്ചിലേക്കാണ് പോണത്. നല്ല തണുപ്പുള്ള സ്ഥലം. 2 സൈഡിലും തെങ്ങിൻ തോപ്പുകളും. അപ്പതാ ഞങ്ങളങ്ങനെ ഉണ്ണിയാൽ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. വാ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ്, കാറ്റുണ്ട്. ഫിയ ബേബിയെ ഇങ്ങോട്ട് വാ, നമുക്ക് ഇങ്ങോട്ട് പോവാ. അവിടെ എന്താ പോയി നോക്കുവാ. അപ്പൊ ഇവിടെ എന്താ സംഭവം ഉണ്ട്, ഞങ്ങൾ പോയേക്കട്ടെ. വാ, ഇവിടെ ചെയ്യന്തേ റേമോളാ കൊണ്ടെന്ന്. ഞങ്ങള് അരിനെല്ലിക്ക വാങ്ങിട്ടോ. ഇത് തുറക്ക്. വലിയ നെല്ലിക്കല്ലേ നോക്ക. നല്ല പൊളി, നല്ല രസമുണ്ട്.
നല്ല ടേസ്റ്റ് നല്ലോണം അയക്കണേ. എന്താ സംഭവം അപ്പൊ വൈകുന്നേരമൊക്കെ ഓപ്പണൊക്കെ വെയിലല്ലേ. അപ്പൊ എവിടേക്കാണ് ഇപ്പൊ നമ്മള് വന്നത്? ഇത് കാണാനാണ് നമ്മള് വന്നത്. ഷെയ്യോന് ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ ഇതിൽ നിറയെ മീനുണ്ട് കേട്ടോ. മീൻ ഇഷ്ടം പോലെ ഉണ്ട് ഇതില് കാണുന്നു. നല്ല കാറ്റില് നല്ല കാറ്റും തണലും തെങ്ങും തോപ്പും. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളക്കെട്ടുകളുണ്ട് കേട്ടോ. നല്ല അടിപൊളി വെള്ളം, തണുത്ത വെള്ളം ഒഴുകണ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ. എന്താ നിങ്ങൾ നടക്കണേ? വെച്ചോ ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ അല്ലേ അതിമ ഇരിക്കാം. ചളിയുണ്ടോ? നല്ല തണുപ്പില്ല, നല്ല കാറ്റ്, സുന്ദരമായ കാറ്റ്. ഈ കാറ്റ് വിളിക്കാൻ കൊണ്ടുവന്നതാ അത് കുട്ടിൻ്റെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറി ചായ കുടിച്ചു, ഒരു കോഫി ഓർഡർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ കാടമുട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാടമുട്ട കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് കേട്ടോ. നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ളൊരു ചമ്മന്തി, ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ജീരക സോഡ കഴിച്ചു, എല്ലാവരും ഓരോ ജീരക സോഡ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല മൊരിഞ്ഞ പക്കവട ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ചട്നി മയോനൈസൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അങ്ങനെ ഒരുവിധം എല്ലാവരും കുറച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെറുവക എല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ മക്കൾക്കൊക്കെ ഓക്കെ ആയിട്ടോ. നല്ല ഞാൻ തണുപ്പില്ലാത്തൊരു ജീരക സോഡ കഴിച്ചു. അങ്ങനെ അതാ ഞങ്ങൾ ആ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഞങ്ങളിതാ കടലിൻ്റെ അടുത്ത് കൂടെ നടക്കുകയാണ്. നല്ല വെയിലാണ്, കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര വെയില്. ഓടിവാ. അപ്പൊ അങ്ങനെ നമ്മള് കടപ്പുറത്തുനിന്ന് പോവാണ് കേട്ടോ. ഇപ്പൊ സമയം 4:30 നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. ഈ സമയം ആവുമ്പോഴാണ് ഇവിടെ രസം കേട്ടോ. എല്ലാരും വരുന്ന സമയം. അപ്പൊ ഞങ്ങള് പോവാണ് ഈ സമയം. ഇപ്പൊ അപ്പൊ അങ്ങനെ നമ്മളിപ്പോ തിരൂർ മാർക്കറ്റിൽ എത്തിക്കണം കേട്ടോ. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫിയ ബേബിക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. എന്താ ഫിയ ബേബിക്ക് വാങ്ങണ്ടേ? എന്തിന്? സിന്ധിക്ക് പോകാനോ ഒക്കെ പെട്ടി വാങ്ങണം. അവള് സിന്ധിക്ക് പോകാൻ പെട്ടിയാ വാങ്ങണേ. അനക്കോ? Head northwest on Goods Shed Road, then turn right. അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്താം. വണ്ടി പാർക്കിംഗ് നോക്കാണ് കേട്ടോ. Turn right, then turn left. ഇപ്പൊ ഞങ്ങൾ മാർക്കറ്റിന്റെ ഉള്ളിൽ വണ്ടി നിർത്തി ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ. ഞങ്ങളങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. ബേബിക്ക് ഒരു ടോയ്സ് കൂടി വാങ്ങണ കിട്ടിയിട്ടില്ല. അതിനിങ്ങനെ നോക്കണ്ട ഞങ്ങള്.
അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നിലമ്പൂരിലേക്ക് വിടണം കേട്ടോ. അപ്പം ദാ അങ്ങനെ നമ്മൾ നേരെ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാട്ടോ മക്കൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ ഫുഡീസ്ക്ക് വന്നതാണ്. അപ്പോൾ ഫിറും ഷെയ്മ്പാടതാ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബർഗർ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഓർഡർ ചെയ്തിട്ടുള്ളൂ, ശരി വന്നിട്ടില്ല. അപ്പം അതാ നമ്മളെ മക്കളെ ബർഗറൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പം അതാ ബർഗറൊക്കെ വന്നാൽ മക്കള് കഴിക്കാണ്. സിംഗർ ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ബേബി ഇതാ അപ്പം നമ്മളെ ഫുഡീസിലാണ് ഇട്ടുള്ളത്. ഫുഡീസ് എന്നാണ് നമ്മൾ ഫുഡ് കഴിക്കണത്. നല്ല ടേസ്റ്റുള്ള സിംഗർ ബർഗർ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബൈ.